അൽഹംദുലില്ലാ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം വരുന്നുണ്ട് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയാം. അതുപോലെ നിങ്ങൾ ചോദിച്ച കുറച്ച് കമൻസിനുള്ള റിപ്ലൈയും കൂടിയാണ്. ഇന്നെന്ന് വെച്ചാൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുട്ടികളെ സ്കൂളിൽ ഒരു ജഗപുകയായിട്ടുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോസാണേ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഉച്ചക്കിലേക്ക് ഉണ്ടാക്കുന്ന ഫുഡും കാണിക്കുന്നുണ്ട്. രാവിലെ മക്കൾക്ക് കൊടുക്കുന്ന സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ്. അതിനിടയിലാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള മറുപടിയാണേ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുട്ടിക്കളിയായിട്ട് തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ ഇത്. ആദ്യം മുതൽക്ക് തന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്നും വരുമാനം വരുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു മോണിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടാണ് മോണിറ്റേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയ്ക്കായി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് വരുമാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൽ പൈസ ഉണ്ടാക്കണമെന്നോ വിചാരിച്ച് തുടങ്ങിയൊരു ചാനലല്ല. ഞാൻ വെറുതെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് മക്കളെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. വെറുതെ ഒരു റെസിപ്പി ഉണ്ടാക്കും. പിന്നെ അങ്ങനെ സ്റ്റാർട്ടിങ് 2-3-4 വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് എത്ര വേണമെന്നോ വാച്ച് അവർ എത്ര വേണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ വീട്ടിൽ പോയപ്പം വെറുതെ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പം അതിൻ്റെ വീഡിയോ എടുത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നോ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. വെറുതെ ഒന്ന് എടുത്ത് എൻ്റെ മോള് വോയിസ് ഓവർ കൊടുത്തു കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ നേരെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ്. ചെയ്തിട്ട് ആ ഒരു വീഡിയോക്ക് ഒരു 700-800 വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ആ ഒരു വീഡിയോക്ക്. അപ്പോൾ വ്യൂസ് വരുന്ന എത്ര വേണമെന്നോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എത്ര വേണമെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. ഇതിൽ വാച്ച് ടൈം വേണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ 2 വർഷത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടും വീഡിയോസ് ഡിലീറ്റ് ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ABCD ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ 2 വർഷത്തിന് ശേഷം പിന്നെ ഷോർട്സൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ മതിയാക്കിയതിന് ശേഷം ഷോർട്സൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഒരു ഇടയിടെ വിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ വെച്ച് തന്നെയായിരുന്നു. കുട്ടികൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വീഡിയോ എടുക്കും. അപ്പോൾ അതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ 2 വർഷക്കാലം. അങ്ങനെ ചെയ്ത് 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഷോർട്സ് തന്നെയാണ് അത് ഞാൻ ഇട്ട് കൊടുത്തപ്പം അതിന് എനിക്ക് ഒരു വീഡിയോസിന് തന്നെ ആദ്യമായിട്ട് എനിക്ക് 1200 അങ്ങനെ ഉള്ള വ്യൂസ് എനിക്ക് കിട്ടി. നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് 1200 വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് സബ്സ്ക്രൈബും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താപ്പാ ഇങ്ങനെ സബ്സ്ക്രൈബൊക്കെ കൂടുന്നു, പിന്നെ അതുപോലെ നല്ലപോലെ വ്യൂസൊക്കെ വരുന്നു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡെയിലി ഇട്ട് കൊടുക്കാം, അപ്പോൾ കൂടുന്നു എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡെയിലി ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറൊന്നുമില്ല, വ്യൂസ് ഒരു കുറച്ച് 100 വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട വീഡിയോസ് നന്നായിട്ട് കയറുകയും ചെയ്തിരുന്നു. അപ്പോഴേ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇതിന്നും പിന്നെ വരുമാനം വരുമെന്നോ അല്ലെങ്കിൽ പൈസ കിട്ടുന്നോ ഒന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരുന്നപ്പം നല്ല പോലെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന് എനിക്കറിയണമെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ തന്നെ
യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം അതിൻ്റെ കാര്യങ്ങളൊക്കെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നോക്കി ഞാൻ യൂട്യൂബിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. ആ കാര്യങ്ങൾ പഠിച്ചു വരുമ്പം 2 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. 2-2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ഇത് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ നല്ല പോലെ യൂട്യൂബിനെക്കുറിച്ച് വീഡിയോസൊക്കെ നോക്കി എന്താ പറയുക നന്നായിട്ട് യൂട്യൂബിനെക്കുറിച്ച് പഠിച്ചു കേട്ടോ. ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താക്കി ഡെയിലി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ നിന്നും 4000 വാച്ച് അവർ വേണം, 1000 സബ്സ്ക്രൈബും വേണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതും 1 ഇയറിൽ തന്നെ ആവണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നടക്കുന്ന കാര്യമല്ല എന്ന്. അപ്പോൾ 1 ഇയറും 2 ഇയറും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നടക്കുന്ന ആ ടൈമൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു നോക്കാം എന്താണെന്ന് നോക്കാം, നമുക്ക് തുടങ്ങാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇതിനുള്ള ഇൻട്രസ്റ്റ് ഒന്ന് പിന്നെയും കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്സും ഇടാം, അതുപോലെ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ അതിന് 60, 30, 80, 50 അങ്ങനെയൊക്കെയാണ് കേട്ടോ വ്യൂസ് വന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സങ്കടമാണ് കേട്ടോ. എന്താ പറയുക, ഇതിലേക്ക് ഇത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇത്ര വ്യൂസ് ആണല്ലോ വരുന്നതെന്ന് വെച്ചിട്ട്. അതിനിടയിൽ തന്നെ ഞാൻ ഷോർട്സും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെയും ഇൻട്രസ്റ്റ് കൂടിയിട്ടാ. എന്നാലും എനിക്ക് ലോങ് വീഡിയോ ഇടുമ്പം അത്ര കുറവ് തന്നെ വ്യൂസ് കിട്ടുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. എന്നിട്ട് ഞാനതൊന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ രീതിയിൽ നല്ല മര്യാദയുടെ രൂപത്തിൽ തന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് ഷോർട്സ് തന്നെയാണ് കേട്ടോ, ഫേസും കാര്യങ്ങളൊന്നും കാണാതെ അങ്ങനെ ചെയ്ത് ഞാൻ വീഡിയോസൊക്കെ ചെയ്തു കേട്ടോ. എത്രയോ 1500 എത്രയോ ഇപ്പോൾ 1200 അത്രയെന്തോ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ട് ഒരു ഷോർട്സ് നല്ല പോലെ ഒന്ന് കയറി. അത് എൻ്റെ മോള് വോയിസ് ഓവർ ചെയ്തത് തന്നെയാണ്. ഞാനപ്പോൾ വോയിസൊന്നും കൂടുതലായിട്ടും കൊടുക്കാറില്ല, കുറച്ചാണ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളെ കൊണ്ട് തന്നെയാണ് കൂടുതൽ വോയിസ് ഇടാറുണ്ടായിരുന്നത്. അപ്പോൾ മക്കളെ കൊണ്ട് ചെയ്യുമ്പം കുറേ ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബ് കിഡ്സിലേക്ക് നമ്മുടെ എന്താ പറയുക വീഡിയോസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറേ. അതെങ്ങനെ ശരിയാക്കാന്ന് അറിയാത്തത് കൊണ്ടും കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട്. പിന്നെ അതിനും വേണ്ടിയിട്ടും കുറേ ഞാൻ യൂട്യൂബ് നോക്കി വീഡിയോസൊക്കെ നോക്കി കുറേ പഠിച്ചു കേട്ടോ. അപ്പം അതെങ്ങനെ ശരിയാക്കിയെടുക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പം എൻ്റെ മനസ്സിൽ ഈ യൂട്യൂബിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ ചിന്ത വരാനിട്ട് എപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എപ്പോഴാണ് ആവുക എന്നൊക്കെ വിചാരിക്കലാന്നേ. പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സിമ്പിളായിട്ട് എന്താ പറയുക മുട്ടക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് എന്ന് വെച്ചാൽ എൻ്റെ മോൾ തന്നെയാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ നന്നായിട്ട് കയറി വന്നെന്ന് വെച്ചാൽ കൂടുതൽ വ്യൂസൊന്നുമല്ല, പിന്നെ ഒരു സാധാരണ വ്യൂസാണ്, ഒരു 6000 7000 അങ്ങനെ എന്തോ വ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ വ്യൂസ് വന്നതിൽ തന്നെ കുറേ പേര് ലൈക്കും അതുപോലെ കമൻറ്റും ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് സബ്സ്ക്രൈബ് കയറി വന്നു എന്ന് വെച്ചാൽ ഒരു 1000 സബ്സ്ക്രൈബാണ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് വേണ്ടത്. 1000 സബ്സ്ക്രൈബും 4000 വാച്ച് ടൈമാണ്. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴാണ് ഇതാവാന്ന് വെച്ചിട്ട് അങ്ങനെ ആ ഒരു വീഡിയോയിൽ എനിക്ക് 1000 സബ്സ്ക്രൈബ് തികഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ വാച്ച് ടൈം എത്രയായി എന്ന് നോക്കാറുണ്ട്. അപ്പോൾ വാച്ച് ടൈം എന്ന് വെച്ചാൽ
പെട്ടെന്നൊന്നും കൂടുന്ന ഒരു സംഭവമല്ല. നമുക്ക് നല്ല അങ്ങനെ ഞാൻ തുടർന്ന് കുറേ വീഡിയോസ് ചെയ്ത് എനിക്ക് 1000-ലും സബ്സ്ക്രൈബ് കൂടാൻ തുടങ്ങി. പിന്നെ വലിയ ലോങ് വീഡിയോ ചെയ്ത് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ അത് ഒരു 2.5-3 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കി എല്ലാം മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ മോണിറ്റേഷന് വേണ്ടിയിട്ട് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് മോണിറ്റേഷനൊക്കെ സെറ്റായി കിട്ടി. അപ്പോൾ അൽഹംദുലില്ലാ 2 വർഷം മുമ്പ് എൻ്റെ ചാനൽ മോണിറ്റേഷനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വർഷം മുമ്പാന്നേ. അപ്പോൾ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് കാത്തിരുന്നാൽ അതിനുള്ള ഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെ ഞാൻ കാത്തിരുന്ന് വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ ചെയ്ത് നമ്മൾക്ക് കുറേ വ്യൂസ് ഒന്നും കിട്ടില്ല കേട്ടോ. ഒരു വീഡിയോ ഒക്കെ ഇട്ടാൽ ഒരു കഷ്ടിച്ചൊരു 150, 200 അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ 300, 500 1K അടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇട വീഡിയോ ഇട്ടതിന് ശേഷം ഓരോരോ വീഡിയോ ഒരു വീഡിയോ 75,000 വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 21,000 അങ്ങനെ വീഡിയോ കയറി അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് വാച്ച് ടൈം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കുറേ കഷ്ടമുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത വീഡിയോസിനൊക്കെ നമുക്ക് വ്യൂസ് കുറഞ്ഞ് പോകുമ്പോൾ ഇല്ലേ നല്ല സങ്കടമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒരു 2, 3, 4 മണിക്കൂറൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് അങ്ങനെ കുറച്ച് വ്യൂസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ നോക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ട് വീഡിയോസ് മിക്കതും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. ഇടയിൽ കുറച്ച് പെൻഡിങ് ഒക്കെ ആയി പോകാറുണ്ട്. അങ്ങനെ ഇട്ടിട്ട് എനിക്ക് മോണിറ്റേഷനായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡോളർ കയറാൻ തുടങ്ങി എന്ന് വെച്ചാൽ ആദ്യം $1 അങ്ങനെയൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. $1, $2 അങ്ങനെയൊക്കെ. പിന്നെ വീഡിയോസ് കൂടുതൽ ഇടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ വ്യൂവേഴ്സും കൂടി. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ $100 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് $100 കഴിഞ്ഞാലാണ് നമുക്ക് ആഡ്സൻസിൽ പോയിട്ട് നമ്മുടെ ഡോളർ കയറിയതൊക്കെ അവിടെ നിൽക്കും കേട്ടോ. $100 തികഞ്ഞാലാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ $100 അക്കൗണ്ടിൽ ക്യാഷ് വന്നു എന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ പിന്നെ വീഡിയോസ് ഇട്ടതിനനുസരിച്ചിട്ട് വീണ്ടും ഡോളർ കയറിക്കൊണ്ടുണ്ട്. അപ്പോൾ ഈ മന്തിലുള്ള ഡോളർ നമുക്ക് അക്കൗണ്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നെക്സ്റ്റ് മന്തിലേക്ക് കയറുന്ന അതിനൊപ്പം ആഡാക്കലാന്ന് കേട്ടോ. അങ്ങനെയൊക്കെയാണ് 100, 200, 300, 400 അങ്ങനെയുള്ള ഡോളർ കണക്കിനാണ് നമുക്ക് അക്കൗണ്ടിൽ കയറും. പിന്നെ ബാക്കിയുള്ളത് അടുത്ത മാസം നമുക്ക് കയറുമ്പോൾ അതിനൊപ്പം ഈ ഡോളറും ബാക്കിയുള്ളതും അതിലേക്ക് ആഡാക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേരിങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായി, ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം വരുന്നുണ്ടോ അങ്ങനെയൊക്കെ കുറേ ചോദിച്ചുകൊണ്ടുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് കേട്ടോ, കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയത് ഞാൻ അങ്ങനെ വീഡിയോസായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഉപകാരം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഇത് തുടങ്ങിയത് മുതലുള്ള
കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ വീഡിയോസുകൾ പിന്നെന്താ ഞാൻ കുറേ സംസാരിച്ച് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ റെസിപ്പീസായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതും അതുപോലെ നമുക്ക് വൈകുന്നേരം സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാട്ടോ, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉച്ചക്കലേക്കുള്ള എല്ലാ പരിപാടികളും മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ചോറ് കഴിക്കലാന്നേ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ലല്ലോ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്നൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണേ. അപ്പോൾ ഓൾ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ എനേബിൾ ചെയ്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ പേജിൽ ഫ്രണ്ടിലായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോസ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഉള്ളവർക്ക് ഉള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നോമ്പൊക്കെ വരല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനും അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ബെസ്റ്റ് സാധനമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് അടുത്ത് തന്നെ ചെയ്യും കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഫിഷ് കൊണ്ടും ചെയ്യാൻ പറ്റും, ബീഫ് കൊണ്ടും ചെയ്യാൻ പറ്റും, ചിക്കൻ കൊണ്ടും ചെയ്യാൻ പറ്റും, അതുപോലെ വെജിറ്റബിൾസ് കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണേ. അപ്പോൾ വൈകാതെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാട്ടോ. സംസാരിച്ച് ചോറ് കഴിക്കലും കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ ഇന്നൊരു വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയെടുത്ത് അവിടെ പോകലാന്ന് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ എന്നെപ്പോലെ പാത്രം കഴുകാനും മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കമൻ്റ് ആക്കിട്ടാ. എനിക്ക് പാത്രം കഴുകലെന്ന് വെച്ചാൽ അത്രയും മടി പിടിച്ചൊരു കാര്യമാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് അപ്പം തന്നെ തീർക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് പാത്രങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കിട്ടോ, ഷെയർ ആക്ക്, കമൻ്റ് ആക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിനും അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.